നമസ്കാരം. ആസ്ട്രോവാസ്തുവിലേക്ക് സ്വാഗതം. 2025 ധനുരാശിക്കാരുടെ സമ്പൂർണ്ണ വർഷഫലത്തെക്കുറിച്ചാണ് ഞാനിവിടെ സംസാരിക്കുന്നത്. ആദ്യമായി ഗ്രഹനില പരിശോധിക്കും. ഗുരു ധനുരാശിയുടെ 6ാം ഭാവത്തിലാണ് നിലവിൽ സ്ഥിതി ചെയ്യുന്നത്. 2025 മെയ് 14 ഗുരു 7ാം ഭാവത്തിലേക്ക് രാശി മാറും. ശനി ധനുരാശിയുടെ 3ാം ഭാവത്തിലാണ് ഇപ്പോൾ സ്ഥിതി ചെയ്യുന്നത്. 2025 മാർച്ച് 29 ശനി 4ാം ഭാവത്തിലേക്ക് രാശി മാറും. കേതു 10ാം ഭാവത്തിലും രാഹു 4ാം ഭാവത്തിലുമാണ് ഇപ്പോൾ സ്ഥിതി ചെയ്യുന്നത്. 2025 മെയ് 18 ശേഷം രാഹു 3ാം ഭാവത്തിലേക്കും കേതു 9ാം ഭാവത്തിലേക്കും സഞ്ചരിക്കും. മേൽപ്പറഞ്ഞ ഗ്രഹങ്ങളുടെ സഞ്ചാരം അനുസരിച്ചാണ് ഞാൻ ഫലം പറയാൻ പോകുന്നത്. ധനുരാശി. മൂലം, പൂരാട, ഉത്രാടം, കാൽ എന്നീ നക്ഷത്രങ്ങൾ ചേർന്നതാണ് ധനുരാശി. നിലവിൽ ഗുരു ധനുരാശിയുടെ 6ാം ഭാവത്തിലാണ് സ്ഥിതി ചെയ്യുന്നത്. 6ാം ഭാവം ഗുരുവിന് പ്രതികൂല ഭാവമാണ്. രോഗം, കള്ളന്മാർ, ശത്രുക്കൾ, വ്യാധി, ആധി എന്നിവയെ സൂചിപ്പിക്കുന്ന ഭാവമാണ് 6ാം ഭാവം. ഈ ഭാവത്തിൽ കൂടി ഗുരു സഞ്ചരിക്കുന്ന സമയം ശത്രുപീഡയും രോഗപീഡയും കൂടും. സർക്കാരിൽ നിന്നും പ്രതികൂല നടപടികൾ ഉണ്ടാകാം. വീട്ടിൽ സ്വസ്ഥതയില്ലായ്മ, ഭാര്യാപുത്രാദികളിൽ നിന്നും അഭിപ്രായ വ്യത്യാസങ്ങൾ, അപവാദം, കർമ്മരംഗത്തെ അപ്രീതി, സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ എന്നിവയാണ് ഇപ്പോൾ ഗുരു തന്നുകൊണ്ടിരിക്കുന്ന ഫലങ്ങൾ. എന്നാൽ 2025 മെയ് 14 ശേഷം ഗുരു ധനുരാശിയുടെ കളത്രഭാവമായ 7ാം ഭാവത്തിലേക്ക് രാശി മാറുന്നു. വിവാഹം, കുടുംബം, ബിസിനസ്, പങ്കാളി എന്നിവയെ സൂചിപ്പിക്കുന്ന ഭാവമായ 7ാം ഭാവത്തിലൂടെ ഗുരു സഞ്ചരിക്കുമ്പോൾ കുടുംബത്തിൽ സന്തോഷം, വിവാഹം നടക്കാതിരുന്നവർക്ക് വിവാഹം, ബിസിനസ്സിൽ നേട്ടങ്ങൾ എന്നിവയുണ്ടാകും. ഗവൺമെൻറ്റിൽ ലോണുകൾക്ക് അപ്ലൈ ചെയ്തിരിക്കുന്നവർക്ക് അനുകൂല ഫലം ലഭിക്കും. ബിസിനസ് വിപുലീകരിക്കാൻ കഴിയും. അകന്നിരുന്ന ദമ്പതികൾക്ക് ഒരുമിച്ച് താമസിക്കാനുള്ള അവസരമുണ്ടാകും. സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ മാറും. വാഹനം, വീട് എന്നിവ വാങ്ങാൻ കഴിയും. വിദ്യാർത്ഥികൾക്ക് വിദേശ പഠനത്തിനുള്ള അനുമതി ലഭിക്കും. ഉദ്യോഗസ്ഥർക്ക് പ്രൊമോഷനോട് കൂടിയുള്ള ട്രാൻസ്ഫറുകൾ ഉണ്ടാകും. കൃഷിക്കാർക്ക് വലിയ നേട്ടങ്ങൾ ഉണ്ടാകുന്ന സമയമാണ്. ബാങ്ക് ബാലൻസ് ഉണ്ടാകും. ഊഹക്കച്ചവടത്തിലും പാർട്ട്ണർഷിപ്പിലും വിജയകരമായിരിക്കും ഫലം. 2025 മെയ് 14 ശേഷം ഒരു വർഷത്തേക്ക് കുടുംബത്തിൽ സന്തോഷമായിരിക്കും ഉണ്ടാകുക. കണ്ടകശനിയുടെ ദോഷഫലങ്ങൾക്ക് ഈ സമയം ശമനം ലഭിക്കും. അടുത്തതായി ശനിയുടെ സ്ഥിതി എങ്ങനെയാണെന്ന് നോക്കാം. ഇപ്പോൾ ശനി ധനുരാശിയുടെ 3ാം ഭാവത്തിലാണ് സ്ഥിതി ചെയ്യുന്നത്. ധൈര്യം, വീര്യം, പരാക്രമം, സഹോദര ഗുണം എന്നിവയെ സൂചിപ്പിക്കുന്ന ഭാവമാണല്ലോ 3ാം ഭാവം. ശനിക്ക് 3ാം ഭാവം അനുകൂല ഭാവമാണ്. 3ാം ഭാവത്തിൽ സഞ്ചരിക്കുന്ന ശനി ആരോഗ്യവും ഉത്സാഹവും സാമർഥ്യവും കാര്യവിജയവും നൽകുന്നു. ബന്ധുഗുണവും സഹോദര ഗുണവും നൽകും. സുഹൃത്തുക്കളുമായി വളരെ സൗഹൃദത്തിലാകും. ശത്രുക്കൾ ഇല്ലാതാകും. സാമ്പത്തികം വർദ്ധിക്കും. തൊഴിൽ സ്ഥലത്തെ അധികാരികളുടെ പ്രീതി ലഭിക്കും. എന്നാൽ 2025 മാർച്ച് 29 ശനി ധനുരാശിയുടെ കുടുംബസ്ഥാനവും സുഖസ്ഥാനവുമായ 4ാം ഭാവത്തിലേക്ക് രാശി മാറുന്നു. ഇത് കണ്ടകശനിയെ സൂചിപ്പിക്കുന്നു. മാതാവ്, ബന്ധുവർഗങ്ങൾ, അമ്മാവൻ, മരുമക്കൾ എന്നിവയെ സൂചിപ്പിക്കുന്ന ഭാവമാണ് 4ാം ഭാവം. വീട്, വാഹനം എന്നിവയെയും സൂചിപ്പിക്കുന്നു. ശനിയുടെ 4ലേക്കുള്ള സഞ്ചാരം മേൽപ്പറഞ്ഞ എല്ലാ കാര്യങ്ങൾക്കും ഹാനിയുണ്ടാകും. കുടുംബത്തിൽ സ്വസ്ഥതക്കുറവ്, മാതാവിന് ക്ലേശങ്ങൾ, ശാരീരിക ക്ലേശങ്ങൾ, വാഹന ദുരിതങ്ങൾ, അപവാദം കേൾക്കൽ, വാഹനം, വീട് എന്നിവയ്ക്ക് ചിലവുകൾ എന്നിവ സൃഷ്ടിക്കുന്നു. ഈ സമയത്തെ ശനീശ്വരനെ പ്രീതിപ്പെടുത്തിക്കൊണ്ടേയിരിക്കണം. 7ാം ഭാവത്തിലേക്ക് ഗുരു സഞ്ചരിച്ചു കഴിഞ്ഞാൽ ശനിദോഷത്തിന് വളരെ ശാന്തതയുണ്ടാകും. പിന്നീട് ഒരു വർഷത്തേക്ക് ശനിദോഷത്തെ ഭയപ്പെടേണ്ട കാര്യമില്ല. ദശാപകാരങ്ങൾ അനുകൂലവും കൂടിയാണെങ്കിൽ യാതൊരു ദോഷവും നിങ്ങൾക്ക് ഉണ്ടാകുകയില്ല. നിങ്ങളുടെ ജാതകത്തിൽ ശനി ദോഷസ്ഥാനത്തല്ല നിൽക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് ഈ സമയത്ത് ദോഷഫലങ്ങൾ കുറവായിരിക്കും ഉണ്ടാകുക. അടുത്തതായി രാഹു.
രാഹു ഇപ്പോൾ സ്ഥിതി ചെയ്യുന്നത് ധനുരാശിയുടെ 4-ാം ഭാവത്തിലാണ്. രാഹുവിന് 4-ാം ഭാവം പ്രതികൂല ഭാവമാണ്. ഈ സമയത്ത് ശത്രുക്കൾ കൂടും, കാരണമില്ലാതെ മനപ്രയാസങ്ങൾ വരും, കുടുംബത്തിൽ തർക്കങ്ങൾ ഉണ്ടാകും, ഒരു സ്വസ്ഥതക്കുറവ് സംഭവിക്കും. 2025 മെയ് 18 ശേഷം രാഹു ധനുരാശിയുടെ 3-ാം ഭാവത്തിലേക്ക് രാശി മാറുന്നു. 3-ാം ഭാവം രാഹുവിന് അനുകൂല ഭാവമാണ്. ധൈര്യത്തിൻ്റെയും ഉത്സാഹത്തിൻ്റെയും രാശിയായ 3-ാം ഭാവത്തിൽ രാഹു സഞ്ചരിക്കുന്ന സമയം ധനധാന്യ സമൃദ്ധിയും കുടുംബസുഖവും മനസ്സമാധാനവും നാനാതരത്തിലുള്ള വരുമാനവുമാണ് നൽകുന്നത്. അടുത്തതായി കേതു ഇപ്പോൾ ധനുരാശിയുടെ 10-ാം ഭാവത്തിലാണ് സ്ഥിതി ചെയ്യുന്നത്. കർമ്മം, വിദ്യ, വിജ്ഞാനം, കൃഷി, വ്യാപാരം എന്നിവയെ സൂചിപ്പിക്കുന്ന ഭാവമായ കർമ്മഭാവത്തിൽ കേതു സഞ്ചരിക്കുന്ന സമയം കർമ്മരംഗത്ത് പ്രതിസന്ധികളുണ്ടാകും. പരാജയം, ധനച്ചിലവ്, ശത്രുശല്യം എന്നിവ കൂടും. എന്നാൽ 2025 മെയ് 18 ശേഷം കേതു ഭാഗ്യഭാവമായ 9-ാം ഭാവത്തിലേക്ക് രാശി മാറുന്നു. അച്ഛൻ, ഗുരുക്കന്മാർ, ഭാഗ്യം, പുണ്യം, ദയാധർമ്മം എന്നിവയെ സൂചിപ്പിക്കുന്ന ഭാവമാണ് 9-ാം ഭാവം. കേതുവിൻ്റെ 9-ാം ഭാവത്തിലേക്കുള്ള രാശിമാറ്റം മേൽപ്പറഞ്ഞ കാര്യങ്ങൾക്കെല്ലാം ഹാനിയുണ്ടാക്കുന്നു. പാപകർമ്മങ്ങളൊന്നും ചെയ്യാതിരിക്കാൻ ശ്രമിക്കണം. ദൈവാധീനം കൂടാൻ ഈ സമയത്ത് പരിഹാരങ്ങൾ ചെയ്യണം. അങ്ങനെ 2025 മെയ് 14 വരെ ഗുരു ധനുരാശിക്കാർക്ക് പ്രതികൂലനാണ്, ശേഷം അനുകൂലനാകുന്നു. 2025 മാർച്ച് 29 വരെ ശനി അനുകൂലനാണ്, ശേഷം പ്രതികൂലൻ. രാഹു 2025 മെയ് 18 വരെ പ്രതികൂലനാണ്, ശേഷം അനുകൂലനാണ്. കേതു 2025 വലിയ അനുകൂലത നൽകുന്നില്ല. ആയതിനാൽ ഗുരുപ്രീതിക്ക് വേണ്ടി 2025 മെയ് 14 വരെ മഹാവിഷ്ണു ക്ഷേത്രത്തിൽ വ്യാഴാഴ്ച തോറും പാൽപായസം നടത്തുക. ശനിപ്രീതിക്ക് വേണ്ടി 2025 മാർച്ച് 29 മുതൽ ശാസ്താവിന് ശനിയാഴ്ച തോറും നീരാഞ്ജനം നടത്തണം. രാഹുവിനെ പ്രീതിപ്പെടുത്താൻ 2025 മെയ് 18 വരെ നവഗ്രഹ ക്ഷേത്രത്തിൽ രാഹുവിനെ അർച്ചന നടത്തുക. കേതുവിനെ പ്രീതിപ്പെടുത്താൻ വർഷം മുഴുവൻ എല്ലാ ജന്മനാളിലും ഗണപതി പ്രീതി വരുത്തുകയും ചെയ്യണം. എല്ലാ ദോഷങ്ങളും മാറിക്കിട്ടും. എല്ലാവർക്കും നന്മകൾ നേർന്നുകൊണ്ട് നിർത്തുന്നു. അടുത്ത വീഡിയോയുമായി ഇനി വരാം. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. സംശയങ്ങൾക്ക് വാട്സപ്പ് നമ്പറിൽ ബന്ധപ്പെടുക.